ഹായ് ഫ്രണ്ട്സ്, എനിക്കൊരു വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്താ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. എനിക്ക് ചെറിയ ജലദോഷം കാര്യമൊക്കെ കേട്ടോ, അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം അവ സ്കൂളിൽ പോയി തുടങ്ങിയല്ലോ. ഇനിയിപ്പം ആഴ്ചയിൽ ഇങ്ങനെ ഓരോരോ വെറൈറ്റി സാധനങ്ങളുമായിട്ട് വരും. പിന്നെ വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് തരും. അത് കഴിഞ്ഞ് അവൻ പെട്ടെന്ന് റിക്കവർ ആവും, ഞങ്ങൾ റിക്കവർ ആവും, കുറച്ച് സമയം എടുക്കും. പിന്നെ ഇന്നലെ രാത്രിയിൽ കിടന്നത് ഭയങ്കര ലേറ്റായിട്ടാണ്. കാരണം ഇന്നലെ അവയ്ക്ക് രാത്രി ആയപ്പോഴത്തേക്കും ചെവിവേദന എടുക്കാമെന്ന് പറഞ്ഞ് കരഞ്ഞ് പിന്നെ എമർജൻസിയിൽ പോയി വന്ന് കിടന്നപ്പോൾ ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഫേസ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. പിന്നെ നാളെ ഓണമാണല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ എൻ്റെ കുറച്ച് ഓണത്തിൻ്റെ പ്രിപ്പറേഷനും പിന്നെ ഷോപ്പിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കുകയെന്ന്. അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തൊടുപുഴക്കാരി. ഇന്നലെ ലേറ്റായിട്ട് കിടന്നുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ നല്ല താമസിച്ചാട്ടോ എഴുന്നേറ്റത്. കാരണം എന്താ പറയുക, ഏകദേശം 9 മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ സമയം. പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. ലഞ്ചിന് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ആ കുക്കിംഗ് ഒന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്ക് നേരെ ക്ലീനിങ്ങും പരിപാടിയിലേക്ക് കിടക്കാം. പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുക്ക് ചെയ്യട്ടെ. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ്. കടലക്കറി കൂട്ടിയ ചേട്ടൻ എന്താ പറയുക പുട്ട് കഴിക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു പപ്പടം കാച്ചുന്നു. പപ്പടം ഇല്ലെങ്കിൽ പഴം അങ്ങനെയുള്ള ഐറ്റംസ് എന്തെങ്കിലും വേണം ചേട്ടൻ പുട്ട് കഴിക്കാൻ വേണ്ടി. അങ്ങനെ പപ്പടമൊക്കെ കാച്ചി ഞങ്ങൾ നല്ല ചൂടും പുട്ടും കടലക്കറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നേ. കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഉച്ച കഴിഞ്ഞത്തുള്ള പരിപാടിയും ഇനി ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനൊക്കെ ഒരു ചെറിയ ധാരണ ഉള്ളത് നല്ലതാണല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ കിച്ചൺ ക്ലീനിങ് പരിപാടിയിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു മൂലയിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഈ കാണുന്ന കിച്ചൺ ക്ലീനിങ് പരിപാടിയൊന്നും ഓണം പ്രമാണിച്ചുള്ളതല്ല കേട്ടോ. എല്ലാ മാസവും ഇവിടെ നടക്കുന്ന ഒരു കലാപരിപാടിയാണ് ഇത്. ഒരു മിഡ് ഓഫ് ദ മന്തൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ എല്ലാ സാധനവും പറക്കി വെച്ച് എല്ലാം ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട, കുറച്ച് സമയമൊക്കെ മതി. ആ സമയത്ത് തന്നെയാണ് ഞാനിങ്ങനെ തീർന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം റീഫിൽ ചെയ്യുന്നത്. ഇതെന്നെ കുക്കിങ്ങിൽ സമയം സേവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ റീഫില്ലിംഗ് പരിപാടി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒന്നും ഞാനിത് റീഫിൽ ചെയ്ത് വെക്കുമോ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കറിക്ക് ഇടാൻ നേരത്താണ് മനസ്സിലാവുന്നത് അയ്യോ ഈ സാധനങ്ങളെല്ലാം തീർന്നിരിക്കാന്ന്. പിന്നെ അതിൻ്റെ പുറകെ പോയി കറി കരിഞ്ഞു പോയ അവസ്ഥയൊക്കെ വരെ വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ശീലിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ മുകളിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങി താഴത്തെ റാക്കും എല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ. ഇനി ക്ലീൻ ചെയ്യാനുള്ളത് എൻ്റെ മിക്സിയും എയർ ഫ്രയറും മൈക്രോവേവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതും ഞാൻ എല്ലാ മാസവും ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്യും. അതായത് ഡീപ്പ് ക്ലീനിങ് നടക്കുന്നു. ഉപയോഗിച്ച് കഴിഞ്ഞ് ക്ലീൻ ചെയ്യുമെങ്കിലും അതിൻ്റെ പുറത്തൊക്കെ നല്ല പൊടിയും പിന്നെ നമ്മൾ ഒരുപാട് എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന കാരണം എണ്ണയൊക്കെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ പരിപാടികളെല്ലാം നടക്കുന്ന മാസത്തിലൊരിക്കലാട്ടോ. ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകം മാത്രം ജസ്റ്റ് ഒന്ന് തുടച്ചു വെക്കുക എന്നുള്ള പരിപാടി മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അങ്ങനെ എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ അജയ് ചേട്ടനും അവിയും കൂടെ ഇന്നലെ പറഞ്ഞല്ലോ അവർക്ക് ചെവിവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പം മരുന്ന് തന്നിട്ടില്ലായിരുന്നു, അത് വാങ്ങാൻ വേണ്ടി അവർ പോയേക്കുവാണ്. അപ്പം എൻ്റെ പരിപാടിയൊക്കെ പെട്ടെന്ന് കളഞ്ഞു. അവർ രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവരെ ഫോക്കസ് ചെയ്തില്ലാത്ത കാരണം പെട്ടെന്ന് പണിയൊക്കെ തീർന്നു. അപ്പോൾ നോക്കിയപ്പോൾ സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ലഞ്ച് തട്ടിക്കൂട്ടാം. ചിക്കൻ കറി ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്നൊരു ഗീ റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് പോയി ലഞ്ച് ഉണ്ടാക്കട്ടെ. അത് കഴിഞ്ഞിട്ടും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ശരി, ഞാൻ പോയി പെട്ടെന്ന് ലഞ്ച്. ഇതല്ല മറ്റേ ശരി 3 ഡ്രോപ്സ് അല്ലേ ഒഴിക്കാൻ വന്നേക്കുന്നത്. 3 ഡ്രോപ്സ് കാണിച്ചേ കമ്മി പിടിക്കില്ലേ. അങ്ങനെ അവയ്ക്ക് ചെവിയിൽ മരുന്നെല്ലാം ഒഴിച്ചു കൊടുത്ത് ഞങ്ങൾ ലഞ്ചെല്ലാം കഴിച്ചു. പിന്നെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എൻ്റെ കുളിയും പരിപാടിയും എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഈ ബാഗ് എടുത്ത് എങ്ങോട്ടാന്ന്. എനിക്ക് നാളെ ഇടാനുള്ള ഡ്രസ്സ് എടുക്കാനുള്ള പരിപാടിയിലാണ് ഈ കാണുന്നത്. ഞങ്ങൾക്കിവിടെ ഒരുപാട് റാക്കിൻ്റെ അകത്ത് ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ എന്താ പറയുക ഒക്കേഷണൽ വെയർസ് എല്ലാം ഇങ്ങനെ പെട്ടിക്കകത്ത് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പോൾ മാത്രം അതിൽ നിന്ന് എടുക്കും, പിന്നെ അതിലേക്ക് തന്നെ കയറ്റി വെക്കും. അതൊട്ട് ഇവിടെ പരിപാടി. അപ്പം എനിക്കും അവിക്കും അജയ് ചേട്ടനുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ പ്രവാസി ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും പോയിട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരും കേട്ടോ. എൻ്റെ ഡ്രസ്സെല്ലാം തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അജയ് ചേട്ടൻ പറഞ്ഞു ഇനി ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു വന്നു. അങ്ങനെ ഞാൻ തേക്കുന്ന സമയത്ത് അജയ് ചേട്ടനും ഇവിടെ നാളത്തേക്കുള്ള ഇഞ്ചിക്കറികളുടെ ഇഞ്ചിയും പിന്നെ ദോശക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞു. ഇനി കുക്ക് കഴിയുമ്പോൾ ഒന്നും കൂടെ കിച്ചൺ വൃത്തിയിടാവും. അപ്പം പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യണം, അത് സ്വാഭാവികം. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കുക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ വൈകുന്നേരം തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ
അപ്പം നാളെ രാവിലെ എനിക്ക് ഭയങ്കര ഈസി ആയിരിക്കുമല്ലോ. അപ്പം ഇഞ്ചിക്കറിയും അച്ചാറും ഒക്കെ വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, ഇത് കഴിഞ്ഞ് അവി എഴുന്നേറ്റ് കഴിയുമ്പം ഒന്ന് ഷോപ്പിംഗ് പോകണം, കാരണം കുറച്ചും കൂടെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് പോയി എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് അവി എഴുന്നേക്കുന്നതിന് മുമ്പ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്താ ഈ കുക്ക് ചെയ്യാൻ പോകുന്ന വേണ്ടിയിട്ട് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, റെസിപ്പി തപ്പുന്നതാണ്. ഞാൻ ഫോളോ ചെയ്യുന്ന എപ്പോഴും വീണ ചേച്ചിയുടെ റെസിപ്പീസ് ആട്ടോ. ഞാൻ കുക്കിംഗ് പഠിച്ചതേ അവിടുന്ന് തന്നെയാണ്. അങ്ങനെ എൻ്റെ ഇഞ്ചിക്കറി ആയപ്പോഴത്തേക്കും അവി എഴുന്നേറ്റ് വന്നു. അതേശേഷം കളിക്കാനും പോയി. ഇനിയിപ്പോ കട്ടിങ് പരിപാടികൾ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ഉണ്ടാക്കാനുള്ള ഒരാൾ തന്നെ മുന്തിരിങ്ങ തിരിച്ചോണ്ടിരിക്കുകയാണ്. ടേസ്റ്റ് മതി, ഇനി അവിച്ചിട്ടും തിന്നോ. അപ്പൊ മത്സ്യം വന്നവര് കുക്കിംഗ് ഒന്നും നടക്കത്തില്ല. ഞാൻ വിചാരിച്ചു ഇന്ന് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. 6 മണിയാകുമ്പോഴത്തേക്ക് കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പോയി നമുക്ക് ബാക്കി പച്ചക്കറികളൊക്കെ കാര്യങ്ങൾ മേടിച്ചോണ്ട് വരണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പം ഞങ്ങൾ വെജിറ്റബിൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ കുറച്ച് മലയാളി കടയിൽ നിന്ന് കിട്ടാനുള്ള സാധനങ്ങളൊക്കെ, ഈ കുമ്പളങ്ങ, വെണ്ടയ്ക്ക അങ്ങനെയുള്ളതൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അശ്വരം കളിക്കാൻ പോയിട്ട് ലേറ്റ് ആയിട്ടാണ് വന്നത്. 6 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് 7 മണിയായപ്പോഴാണ് വന്നത്. ഇനിയിപ്പോൾ പോയി നോക്കട്ടെ എന്തൊക്കെ കിട്ടും. അത് വെച്ചിട്ട് വേണം പിന്നെ എനിക്ക് തട്ടിക്കൂട്ടാനല്ല. പിന്നെ വന്നിട്ട് വേണം ബാക്കി കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവയ്ക്ക് ഫുഡ് കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ പെട്ടെന്ന് പോയി സാധനം മേടിച്ചുകൊണ്ട് വരാം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിട്ടോ. എല്ലാ സാധനവും കിട്ടി, എല്ലാ സാധനവും ഉണ്ടായിരുന്നു കടയിൽ. അങ്ങനെ സാധനം ഇനി അടുത്ത സെറ്റ് ഓഫ് എന്താ പറയുക കുക്കിങ്ങിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഇനി ഒരുപാട് സാധനങ്ങൾ കുക്ക് ചെയ്യാറുണ്ട്, പിന്നെ കട്ട് ചെയ്ത് വെക്കാണ്ട് രാവിലത്തേക്കൊക്കെ. അപ്പം ആ പരിപാടികളൊക്കെ ആയിട്ട് തുടങ്ങാം. അങ്ങനെ താണ്ടേ ഇന്നത്തെ കുക്കിംഗ് ഇവിടെ കഴിഞ്ഞു. ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. എൻ്റെ കിച്ചൺ മൊത്തം നല്ല കുളമായിട്ടുണ്ട്. രാവിലെ ഞാൻ എന്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തത് ഇത് കണ്ടില്ലേ, മൊത്തം ഒരവസ്ഥയായിട്ടുണ്ട്. ഇനി ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. അത് കണ്ടില്ലേ എൻ്റെ അച്ചാറ്, ഇഞ്ചിക്കറി, ബീട്രൂട്ട്, പിന്നെ പൈനാപ്പിളിൻ്റെ മധുരക്കറി, പിന്നെ സാമ്പാർ, ഇത്ര ആയിട്ടുണ്ട്. ഇനി അവിയൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ രാവിലത്തേക്കുള്ള പരിപാടിയാണ്. അപ്പം ഇനി ഇതെല്ലാം മൊത്തം ക്ലീൻ ചെയ്യട്ടെ. ഐശ്വര്യ ഹോളും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനും ഇനി പയ്യോടൊക്കെ ക്ലീൻ ചെയ്യട്ടെ. അപ്പം സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. ഏകദേശം എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഒതുക്കലും പെറുക്കലും ഒക്കെ കഴിഞ്ഞു. ഇനി ബാക്കി നാളത്തെ രാവിലത്തെ കുക്കിങ്ങും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം. അജേഷേട്ടൻ പോയി കിടന്നു. ഇനിയിപ്പം എന്താ പറയുക, ഇന്നലെ രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയില്ല. ഇന്നെങ്കിലും പോയി കിടന്നൊന്ന് ഉറങ്ങണം. അപ്പോൾ ഇനി അടുത്തത് നാളത്തെ ഓണം വിശേഷവും ഓണം കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള വീഡിയോ ആയിരിക്കും. അപ്പം എല്ലാവർക്കും ടാറ്റാ.